ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം. കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു മോസ്റ്റ്ലി. അത് ഞാനിങ്ങനെ കേട്ടായിരുന്നു കേട്ടോ. അത് കൊള്ളാം, കൺഗ്രാജുലേഷൻ. റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ അത് കൃത്യമല്ലേ? ഫുൾ എന്താണ് എക്സാം മോഡിൽ അവസാനം മോഡൽ എക്സാമിന്റെ ഒക്കെ ടൈം ആയപ്പോൾ ചെയ്തു കൊടുത്തു. പക്ഷെ ആദ്യം തന്നെ ആവശ്യം തുടങ്ങുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ പഠിക്കാൻ നേരത്ത് എന്താ പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കൃത്യം കിട്ടും. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്കുള്ള മെയിൻസിൽ നിന്നും അഡ്വാൻസിലേക്ക് വരുമ്പോൾ കൃത്യം എന്ത് ചേഞ്ചാ? അതാണ് ബ്രില്യന്റ് സ്പെഷ്യാലിറ്റി. അഡ്വാൻസിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടും വരും. അപ്പൊ ആ ഡ്രീം കോഴ്സ് നമ്മൾ റിവീൽ ചെയ്യും. ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ഒരു 4 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. 2025 ജെഇ മെയിൻസ് ഫേസ് 1 റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ 99.9% മുകളിലേക്ക് മാർക്ക് മേടിച്ച് നമ്മുടെ കേരളത്തെയും ബ്രില്യന്റിനെയും ഇന്ത്യയുടെ സെൻസേഷൻ ആക്കിയ നമ്മുടെ മിടുക്കന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്തയാളുടെ പേരാണ് ഡാനി. വെൽക്കം ടു ദ പ്രോഗ്രാം. ഒരു വർഷം മുമ്പ് ഡാനി ഫിറാസ് എന്ന കോഴിക്കോട്ടുകാരൻ ഒരു ലക്ഷ്യവുമായി ബ്രില്യൻ പാലയുടെ ക്യാമ്പസിലെത്തി. സ്വന്തം സഹോദരി ദിയയെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ നേടിയെടുക്കാൻ സഹായിച്ച ബ്രില്യൻ തനിക്കും ജീവിത വിജയങ്ങൾ നേടിത്തരുമെന്ന പ്രതീക്ഷയിൽ IIT റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ഡാനി ഫിറാസ് ജോയിൻ ചെയ്തു. ജെഇ മെയിൻ സെഷൻ 1-ൽ 99.9166832 എന്ന ഏറ്റവും മികച്ച പെർസെൻറ്റേജ് സ്കോർ സ്വന്തമാക്കിയ ഡാനി ഇന്ന് തൻ്റെ സ്വപ്നമായ ഡ്രീം IITയിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഡാനിയുടെ വീട് എവിടെ? എൻ്റെ വീട് കോഴിക്കോട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എൻ്റെ ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. അച്ഛന്റെ പേരെന്തുവാ? അച്ഛൻ അബ്ദുൽ നാസർ. അമ്മ നസീമ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഡോക്ടർ. അമ്മ ടീച്ചർ ആയിരുന്നു, ഇപ്പൊ റിട്ടയറായി. പിന്നെ സിസ്റ്റർ അല്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജില്. പേരെങ്ങനെ? ദിയ. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടാ അല്ലേ? അപ്പൊ അതിനെ എങ്ങനെ നോക്കി കാണുമോ? ഭയങ്കര സന്തോഷം. അടുത്ത ഘട്ടത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള ഒരു സന്തോഷം. അതാണ് എനിക്ക് തോന്നിയായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ IIT പിള്ളേർ, IIT ബാച്ചിന്, അതായത് IITക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരോട് 100% ജെഇ മെയിൻസിന് കിട്ടിയാലും അതിനൊരു ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം. കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്നിട്ട് ഈ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതിന്റെ കാര്യം എങ്ങനെ? അതായത് ഫസ്റ്റ് പറഞ്ഞ ജെഇ മെയിൻസ് കഴിഞ്ഞാൽ എഴുതിയില്ലേ? എഴുതിയിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു മാർക്കൊക്കെ കിട്ടി കാണുമല്ലോ. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇതിന് പോകുന്നില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും വീട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നുമില്ല, ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. അവരാദ്യം തന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് ഇപ്പൊ വിളിച്ച് പറഞ്ഞപ്പോ ആദ്യം വിളിച്ച് പറഞ്ഞ എന്തുവാ? കൺഗ്രാജുലേഷൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. സന്തോഷം പറഞ്ഞു. കേക്ക് അയച്ചു, ഇങ്ങോട്ട് വീട്ടിൽ കേക്കൊക്കെ അയച്ചു. നമുക്ക് ഭയങ്കര സന്തോഷാണേ. ഇവര് പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നത്, സാറേ സമയം പോകുന്നു സാറേ, ഞങ്ങക്ക് മറ്റേ പഠിക്കാനുണ്ട്, അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക, അതാണ് പറയുന്നത്. എന്നാലും നമ്മളൊരു ശകലം സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ്. എന്നത്തെ എക്സാം എഴുതിയ ജെഇ മെയിൻസ്? ഞാൻ 24 ഷിഫ്റ്റ് 1 ആണ്. എത്ര മാർക്കുണ്ട് സ്കോർ? അതിൽ 242 ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എക്സാം അത്ര ഡിഫിക്കൽട്ട് എക്സാം ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മോഡറേറ്റ്. അതുകൊണ്ട് എത്ര പെർസെന്റേജ്? കൃത്യം പെർസെന്റേജ് എത്രയാ? 99.916 അത്രയാണ് പെർസെന്റേജ് ഒപ്പിച്ചിരിക്കുന്നത്. അപ്പം എക്സാം അത്ര വലിയ ഡിഫിക്കൽട്ട് ഒന്നും ആയിരുന്നില്ല. ഇല്ലായിരുന്നു. നമുക്ക് വലിയ ടെൻഷൻ ഒന്നും അടിക്കാതെ നമ്മളങ്ങ് കൂളായിട്ട് നിന്ന് കയറി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടപ്പോഴത്തേനും ഒരു ശകലമെങ്കിലും പുതുമ തോന്നിയോ? അതായത് പഠിച്ചിട്ടില്ലാത്ത പോലത്തെ സംഗതി അങ്ങനെ വല്ലോ? 2 ദിവസം മുമ്പ് വരെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. വളരെ കൂളായിട്ട് എഴുതി, ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ബ്രില്യന്റ് എങ്ങനെയുണ്ട്? ബ്രില്യന്റ് എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ വന്നപ്പോ മുതൽ അവസാനം വരെ ഒരു സ്മൂത്ത് പാത്തായിരുന്നു. അതില് ഡെയിലി എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താല് ഞാനിത് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മറ്റേ സാറ്, അതായത് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസിന് സാറുമാരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ആ ചെക്കനെ നോക്കി ഇന്നൊരു വർക്ക് കൊടുത്താൽ നാളെ പുള്ളി ഇത് കംപ്ലീറ്റ് ചെയ്ത് വെക്കും. ശരിയാണോ? മോസ്റ്റ്ലി അത് ഞാനിങ്ങനെ കേട്ടായിരുന്നു കേട്ടോ. അത് കൊള്ളാം, കൺഗ്രാജുലേഷൻസ്. അത് നൈസായിരുന്നു. കാരണം പുള്ളിയെ അങ്ങനെ കേട്ടായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? വർക്കുകളെല്ലാം നല്ല ക്ലീൻ ആയിട്ട്. ഹോസ്റ്റൽ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റല് റൂംമേറ്റ് അടിപൊളിയാണ്. ഫുഡ് അടിപൊളി. അടിപൊളിയാ? എല്ലാ നേരത്തെയും ഫുഡ് അടിപൊളിയാണ്. നമ്മുടെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. എങ്ങനെയുണ്ട് നമ്മുടെ
ഫെസിലിറ്റേഴ്സ് റെഫറൻസ് ഞാൻ ആദ്യം ഇനീഷ്യലി ഇവിടുന്ന് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോൾ അഡ്വാൻസിനുള്ള പ്രിപ്പറേഷൻ ഞാൻ റെഫറൻസ് ആണ് മെയിൻലി. അതിനും മെയിൻസിന് അങ്ങനെ റെഫറൻസിന് പോയില്ല. സാറിന്റെ ഡൗട്ടേഴ്സിന് ആവശ്യമുള്ള ദിവസം ഹോസ്റ്റലിലേക്ക് വരും. ആ കാര്യം ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് ഹോസ്റ്റലിന്റെ പുറത്തേക്ക് ഒന്നിനും പോകേണ്ട കാര്യമില്ല. എനിക്കൊന്ന് ഹോസ്റ്റലിൽ ഒരു ലൈബ്രറി ഉണ്ട്. ഹോസ്റ്റലില് സാറന്മാര് ലോ ക്ലിയൻസിന് വേണ്ടി അങ്ങോട്ടേക്ക് വരും. നിങ്ങൾ ഇരുന്ന് പഠിക്കാന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അതാണ് ബ്രില്യന്റ് സ്പെഷ്യാലിറ്റി. പ്രത്യേകിച്ച് നമ്മളെ സൈഡിൽ നിന്ന് ആകെ പഠിക്കേണ്ട എഫേർട്ട് മാത്രം ഇട്ടാൽ മതി, ബാക്കി എല്ലാം സെറ്റ് ക്ലീൻ കിട്ടും. നമ്മുടെ മെന്റർ ഫെസിലിറ്റി അങ്ങനത്തെ സംഗതി, മെന്റർ ഫെസിലിറ്റി ദീപു സാറും ഫ്രൈം സാറും മെൽവിൻ സാറും അവരൊക്കെ ഞാൻ ഭയങ്കര ഹൈലി ഡിപെൻഡന്റ് ആയിരുന്നു അവരെ മേലെ. കാരണം എക്സാമിന് മാർക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു റോള് ക്ലീൻ ആയിട്ടും വരുന്നത് ഈ നമ്മുടെ ടോപ്പിക് ഒക്കെ പഠിച്ച് തീർന്ന് മോഡൽ എക്സാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിലാണ് മെന്റേഴ്സ് എന്ന് പറയുന്ന വ്യക്തികളുടെ ഒരു റോള് നമ്മുടെ ലൈഫിൽ വരുന്നത് അല്ലേ. അതായത് അവരുടെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അപ്പോ എന്താ അടുത്ത ഫ്യൂച്ചർ പ്ലാന്? ഒരു ഡ്രീം കോഴ്സ് ഉണ്ട്. ഡ്രീം കോഴ്സ് അത് ഇപ്പം റിവീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും അഡ്വാൻസിന്റെ ഇത് കഴിയുമ്പോഴത്തേനും, നമുക്ക് അഡ്വാൻസ്ഡ് എക്സാം കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഇന്റർവ്യൂവിന് വരില്ലേ? പ്രതീക്ഷിക്കാനല്ല, നമ്മൾ വരും ഉറപ്പല്ലേ? അതായത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ അത് കൃത്യമല്ലേ? അല്ലേ, അത് കൃത്യമാണ്. അതുപോലെ നമ്മൾ അഡ്വാൻസിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടും വരും. അപ്പൊ ആ ഡ്രീം കോഴ്സ് നമ്മൾ റിവീൽ ചെയ്യും. അപ്പൊ ഇനിയിപ്പോ അഡ്വാൻസിന്റെ പഠിത്തത്തിലേക്ക് മാറുക. അപ്പൊ നമുക്ക് ഇത്തിരി അക്കാഡമിക് കാര്യങ്ങൾ എന്നാന്നറിയോ, ബാക്കിയുള്ളവരോട് അത്ര അക്കാഡമിക് കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞാലും ഇദ്ദേഹത്തിനോട് ഇത്തിരി എടുത്തു ചോദിക്കണം. കാരണം ഇദ്ദേഹം പഠിത്തം എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫോക്കസിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. അപ്പം മെയിൻസിൽ നിന്നും അഡ്വാൻസിലേക്ക് വരുമ്പോൾ കൃത്യം എന്ത് ചേഞ്ചാ? കൃത്യം ഇതുവരെ മാത്സിന് ഞാൻ ഇവിടുന്ന് ബ്രില്യന്റ് വന്ന മെറ്റീരിയൽ ആയിരുന്നു ചെയ്യല്. അത് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോ റെഫറൻസ് മെറ്റീരിയൽ ഉണ്ട് മാത്സിന്. അത് കൂടാതെ സാർമാർ ഇപ്പൊ എനിക്ക് വർക്ക്ഷീറ്റ് തരുന്നുണ്ട്. ആ വർക്ക്ഷീറ്റ് ചെയ്യണം. അത്ര തന്നെ മാത്സിന് ഇനി പുതുതായിട്ട് പ്രത്യേകിച്ച് കൺസെപ്റ്റ് ഒന്നും പഠിക്കാനില്ല. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന്, മാത്തമാറ്റിക്സിന് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ മെയിൻസിന് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് തിയറി രണ്ടായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്നോ? ആഡ് ഓൺസ് ഒക്കെ വളരെ കുറവാണ്. അതായത് ഇൻഡെപ്തിൽ കാര്യങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. മെയിൻസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു വ്യക്തി ഇത്രയും കൂടെ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി കൂടിയ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് അഡ്വാൻസ് വലിയ തെറ്റില്ലാതെ കിട്ടും. ഫിസിക്സും കെമിസ്ട്രിയോ? ഫിസിക്സ് ടോപ്പിക് പഠിക്കാനുണ്ടോ? ഒത്തിരി ഫിസിക്സിൽ ടോപ്പിക് എക്സ്ട്രാ ഇല്ല, കെമിസ്ട്രിയിൽ ടോപ്പിക് എക്സ്ട്രാ ഉണ്ട്. പക്ഷെ ഫിസിക്സ് ആണ് മെയിൻസിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്നത്. മെയിൻസിന് ഫിസിക്സ് ഒരു ലോ ലെവൽ പഠിച്ചു പോയാൽ അത്യാവശ്യം നല്ല പെർസെന്റേജ് കിട്ടും. അഡ്വാൻസിന് ഓരോ ചാപ്റ്റർ എടുത്തിട്ട് ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ഒരു 4 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. മെയിൻസിന് അങ്ങനെയല്ല. മെയിൻസിന് ഓരോ ചാപ്റ്റർ ഇൻഡിവിജ്വൽ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു 60-70 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ പെർ ചാപ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തീരുമാനമായി. പക്ഷെ ഇത് അങ്ങനെയല്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫസ്റ്റ് ഫേസ് എഴുതി അത്ര ജെയ്മെയിൻസിന്റെ ഫേസ് വണ്ണിൽ അത്ര സക്സസ് ആകാൻ പറ്റാതെ പോയ ഒരാൾക്ക് മെയിൻസിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുത്തേ. മെയിൻസിന് എന്റെ ഒരു 4 month ലോങ് പ്രിപ്പറേഷൻ ആയിരുന്നു. അതിൽ ആദ്യം ഇവിടെ വന്നപാട് റെസണൻസ് ഇവർ തരുന്ന മെറ്റീരിയൽ ബേസിക്കലി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബുക്ക് എടുക്കുക, അതിങ്ങനെ സോൾവ് ചെയ്യുക, തീർക്കുക. ചാപ്റ്റർ വൈസ് ഫുൾ സോൾവ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ലെങ്കിൽ ഒരു 3/4 ഹാഫ് എല്ലാ ചാപ്റ്ററും ചെയ്യാം. അല്ലെങ്കിൽ PYQ ബുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. PYQ ബുക്ക് ഞാൻ അവസാനം എക്സാം വരെയാണ് എഴുതിയത്. അത് പറഞ്ഞില്ലായിരുന്നു പിടിച്ചിടിച്ചു. PYQ ബുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഫുൾ എക്സാം മോഡിൽ അവസാനം മോഡൽ എക്സാമിന്റെ ഒക്കെ ടൈം ആയപ്പോൾ എഴുതി കൊടുത്തു. പക്ഷെ ആദ്യം തന്നെ ആവശ്യം തുടങ്ങുന്നതാണ് നല്ലത്. എനിക്ക് പറഞ്ഞില്ലായിരുന്നുണ്ടല്ലോ, ഞാൻ ഈ പിള്ളേരോട് ഉപദേശിക്കുമ്പോൾ ആദ്യം പ്രീവിയസ് ഇയർ ബുക്ക് എടുക്കണം എന്ന് പറയും. എന്നിട്ട് സക്സസ് ആയ ഒരാൾ വന്നിട്ട് മാറ്റി പറഞ്ഞ അല്ല ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ആദ്യം തന്നെ പ്രീവിയസ് ഇയർ എടുത്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ പഠിക്കാൻ നേരത്ത് എന്താ പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കൃത്യം കിട്ടും. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്കുള്ള ചുറ്റുമുള്ള പ്രൈവറ്റ് ഗൈഡുകളിലൊക്കെ അതൊക്കെ കുറെ അനാവശ്യമായ കുറെ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഭയങ്കര മടുപ്പല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡാനിയുടെ കഥ. ഡാനിയുടെ ഇനി സെക്കൻഡ് പാർട്ടുമായിട്ട് JEE അഡ്വാൻസിന് ശേഷം നമ്മൾ വരുന്നതായിരിക്കും. പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും വരും. വർക്ക് ഉണ്ടാവും. എന്താ വർക്ക് ഉണ്ടെങ്കിൽ റിസൾട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അഡ്വാൻസ്ഡ് എക്സാംസ്.
Indian Study Center, India's #1 coaching center for NEET and JEE.